ഇന്നും അന്നത്തെ പോലെ റാം റേസ് നടക്കണ്ടല്ലോ. അന്നത്തെ 1 കോടി കൊണ്ട് ഞാൻ വലിയൊരു വീടും വെച്ച് 2 വീട് വെച്ച്. ഒരു വീട് വലുതായിരുന്നു, ഇത് ഞാൻ വേറൊരു സ്ഥലത്താണ്, വേറെ സ്ഥലത്താണ്. ഈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ കാണുന്ന സ്ഥലമാണ് നമ്മളെ ഡ്രാഗ് റേസ് നടക്കുന്നത്. അപ്പം മോനെ ഞാനേ ജയിക്കുള്ളൂ, കാരണം എൻ്റെ ഒരു താറാണുള്ളത്. ഇനിയിപ്പോൾ നീ ജയിക്കുകയാണെങ്കിൽ നിന്റെ താറ് നിനക്കണ്ട് ഞാൻ തരും. ഇപ്പൊ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിന്റെ താരക്ക് തരണം. പറ്റുമോ? പറ്റും. നല്ലൊരു ഓഫറാണ് ഗൈസ്. എന്തായാലും നമ്മളെ ജയിക്കുള്ളൂ. അപ്പം നമുക്ക് ആ താറും കൂടിയും കിട്ടുമല്ലോ. നല്ലൊരു ഓഫറാണ്. പിന്നെ ഡിക്കി മാത്രം തുറച്ചു പാടുള്ളൂ. പറഞ്ഞതുള്ളൂ. ഡിക്കൊക്കെ ഉണ്ട് വെറുതെ തുറന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് വിളിച്ച് പറയാനൊന്നും പറ്റൂലല്ലോ മെക്ലാരെ സ്പീഡ് ഉറക്കിയെന്ന്. അങ്ങനെ പറ്റുമെങ്കിൽ ഞാനൊക്കെ എപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തീരെ കൺട്രോളും കിട്ടുന്നില്ല ഇവിടെയൊക്കെ എത്തുമ്പോൾ. പിന്നെ മെക്ലാരൻ നല്ല മുമ്പിൽ പറപ്പിച്ച് വീടുണ്ട് മെക്ലാരെ. പക്ഷെ ഞാനൊരു ബൂസ്റ്റ് കൂട്ടിയതാ, അപ്പോഴേക്കും ഞാൻ നല്ല ഫ്രണ്ടിൽ പോയി. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ ജയിക്കുകയും ചെയ്ത്. 2 സെക്കൻഡിന് വ്യത്യാസം ഞാൻ ജയിച്ചു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ജിമ്മിൽ പോകുമ്പോൾ എന്ത് സുഖ. പിന്നെ ഇതിൻ്റെ വലിയ വീട്. പിന്നെ ഞാൻ നേരത്തെ പാട്ടിൽ പറഞ്ഞിരുന്നില്ലേ എനിക്ക് വലിയൊരു വീട് നിന്ന്, ആ വീടാണ് ഈ വീട്. ഈ വീട്ടിൽ പിന്നെ എനിക്ക് TV കാണട്ടെ. ഇത്രയും നേരം ജിം എടുക്കായിരുന്നു, കുറച്ച് നേരം TV കാണാം. TV-യിൽ നെറ്റില്ലേ, യൂട്യൂബിലും കാണുന്നു. ഇതിപ്പോൾ ഒരു മൂഡും ഇല്ലല്ലോ എനിക്ക്. അല്ല, ഞാൻ 6 മാസം മുമ്പ് ഒരു വണ്ടി റാഗ് റേസിന് പോയി മേടിച്ച്. ആ താറൊന്ന് മോഡിഫൈ ചെയ്യണക്ക്. പിന്നെ ഈ മുമ്പിൽ കാണുന്ന ഡിഫൻഡർ അല്ല, ഇത് പിന്നെ എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് ഈ ഡിഫൻഡർ. നമ്മുടെ വണ്ടി ഈ സൈഡിലാണ്. പിന്നെ അത് ഞാൻ കുറേ ദിവസം നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്യണം എന്ന് ആ വണ്ടി കുറേ ദിവസം ആലോചിക്കണം. പക്ഷെ പൈസ കൊണ്ട് വരണില്ല. കഴിഞ്ഞ പ്രാവശ്യം 80 ലക്ഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇവിടെ വണ്ടിയില്ല, മറ്റേ സൈഡിലായിരിക്കും വണ്ടി ഉണ്ട്. മറ്റേ സൈഡിൽ പെട്ടെന്ന് പോട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ മോഡിഫൈ ചെയ്യണം. അതാ വണ്ടി എത്തി. ഞാൻ ഈ സൂപ്പറല്ല, ഈ താറാണിക്കൊന്ന് മോഡിഫൈ ചെയ്യണ്ടേ. ഞാൻ എവിടെ മോഡിഫൈ, എൻ്റെ രോഹിത്തുമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ ഓനൊരു മോഡിഫൈ കാർഡ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഈ മോഡിഫൈ ചെയ്യണത്. ഓൻ ചിലപ്പോൾ ഡിസ്കൗണ്ട് ആക്കിയിട്ട് പൈസ കുറച്ച് തരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ സ്ഥലത്തേക്ക് പിന്നെ നല്ല വണ്ടിയൊക്കെ നല്ല മോഡിഫൈ ചെയ്തിരുന്ന ഒരാളാണ് ഓന്. അപ്പോൾ നേരെ ഓൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഓൻ്റെ കട പിന്നെ ഒരു വില്ലേജിൻ്റെ അടുത്തായിട്ടാണ്. പിന്നെ നമ്മൾ ഓൻ്റെ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതോ വന്നിട്ടുണ്ട്. രോഹിത്തെ, എൻ്റെ ഈ താറ് വലിയ ടയറൊക്കെ വെച്ചിട്ട് കറുപ്പ് കളറാക്കിയിട്ട് നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് തരുമോ? ആ റേറ്റൊക്കെ എത്രയൊന്ന് ഇങ്ങനെ ചെയ്താൽ? റേറ്റ് ഒരു 20,000, ഒരു 50,000, 20,000 ഒക്കെ വരും. പിന്നെ നമ്മുടെ ടാക്സും കൂട്ടിയിട്ട് ഒരു 70,000 മാക്സിമം വരുന്നുണ്ട് അത്രക്കൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ നീ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് തരാം. അവിടെ നിന്ന് ഈ വിളിക്കി തന്നെ. അപ്പോൾ രോഹിത്ത് അന്ന് ഞാൻ കൊടുത്തപ്പോൾ ഓൻ ശരിയാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ട് ടയറൊക്കെ വലുത് വെച്ച് ബ്ലാക്ക് കളറാക്കിയിട്ട് രോഹിത്തിനെ വിളിച്ചപ്പോൾ ഞാൻ അപ്പം അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ രോഹിത് എടുത്തോന്ന് പറഞ്ഞ് ഫ്രീ. പിന്നെ വണ്ടി ഫ്രീ ആയിട്ടല്ലേ നമുക്ക് മോഡിഫൈ ചെയ്ത് തന്നുള്ളേ. അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല വ്യൂ ഉണ്ട്. ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കട്ടെ. കുറേ ദിവസങ്ങളെ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട്. ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ. അല്ല, അവിടെയൊക്കെ എന്താ പോലീസ്? ഇയാളും തന്നെ വണ്ടി നിർത്താനായിട്ട് ബാക്ക് കൂടെ ഓടണേ. വണ്ടി പിടിച്ചെത്തി ഇയാൾ. എന്തായാലും വണ്ടി നമുക്ക് കൂടെ ഒന്ന് പാർക്ക് ചെയ്ത് നോക്കാം. അയാൾ നിൽക്കുന്നു. ഇവിടെ ഇത് MVD കാരനാണ് തോന്നുന്നത്. സാറേ എവിടെ എന്താ പ്രശ്നം? നീ എന്തിനാ ഈ വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്ത്? നിന്നോടാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറഞ്ഞ് വലിയ JCB ടയറും വെച്ചിട്ട് എന്തായാലും പെറ്റടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. സാറേ അത് എന്നാ പെറ്റ് എത്ര ഇപ്പോ? പെറ്റ് 1 കോടിയാണ്. 1 കോടി. നീ ഇത്രയ്ക്കും മോഡിഫൈ ചെയ്ത് 1 കോടി തന്നെ നിനക്ക് തരേണ്ടി വരും. അത്രയ്ക്കും പൈസയുണ്ട് ഇപ്പോ. 1 കോടിയാ? സാറിപ്പോൾ കൊണ്ടുപോയിക്കൊന്നു സ്റ്റേഷനിലേക്ക്. ഞാൻ പൈസ സെറ്റ് ആവുമ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കാം. ഞാനെന്താ അത് കൊണ്ടുപോവുക.
ഔഫ്, അങ്ങനെ അവിടെ വണ്ടി പോയി. മോഡിഫൈ ചെയ്താൽ നന്നായിട്ട് അളിയാൻ വേണ്ടിയിട്ട് നടന്നു പോകണ്ടേ വീട്ടിലേക്ക്. രാത്രിയായി. ഇത്രയും നേരം ഞാൻ ആ റോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണുള്ളത്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക്. എന്നാലും ആ വണ്ടി പോയത് ഇപ്പോഴും വണ്ടി വെറുതെ പോക്കണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ ഞാൻ പോക്കി വണ്ടി. അച്ഛൻ്റെ പിന്നെ പഴയ വീട്ടിലേക്ക് ആക്കിയിട്ട് പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും പഴയ വീട്ടിലേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. ആ മോഡിഫൈഡ് താറ് ഞാൻ എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറട്ടെ. ഞാൻ കുറേ നേരം ഉറങ്ങാൻ നോക്കണേ. പക്ഷെ മോഡിഫൈഡ് താറ് പോയോണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റണില്ല. എന്തായാലും എനിക്ക് ഇവിടെ ഒരു കവാസ്കി നിഞ്ച ഉണ്ട് ഇന്ത്യയിൽ. എന്തായാലും എനിക്ക് ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് രാത്രിയും കൂടിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു കവാസ്കി നിഞ്ചയും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് ആ MVDൻ്റെ സ്റ്റേഷനും ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ഞാൻ മോഷ്ടിക്കാൻ പോവുകയാണ് എൻ്റെ വണ്ടി. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. നമ്മൾ പിന്നെ അതാ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാവും തോന്നുന്നു. അവിടെ 2 പോലീസുകാരന്മാർ ഉള്ളിലുണ്ട് കേട്ടോ. അതാ എൻ്റെ വണ്ടി. 2 പോലീസ് വണ്ടികളും പിന്നെ എൻ്റെ വണ്ടി ആ തറ്റത്താണ്. എന്തായാലും ആരും കണ്ടില്ല. പൊട്ടന്മാരെന്ന് തോന്നുന്നു. ആരും കണ്ടിട്ടില്ല. എന്തായാലും എൻ്റെ ഈ വണ്ടിയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങാം. ഈ വണ്ടീൻ്റെ താക്കോല് എവിടെ? എന്താ ആരടാ? അന്നെ നാന്ന് കൊല്ലോടാ. ഈ MVD ഓഫീസൊക്കെ വെറുതെ. അന്നെ നാന്ന് കൊല്ലോടാ. ഈ MVD എൻ്റെ വണ്ടി മോഷ്ടിച്ചടാ. എല്ലാത്തിനും ഞാൻ തീർത്തിട്ട് തരാടാ. എല്ലാവരും ചത്തുവോ. നമ്മളങ്ങനെ എല്ലാവരും കൊന്നുണ്ട്. ആ പോലീസ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് താക്കോല് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വണ്ടീൻ്റെ. എന്തായാലും ഞാൻ വണ്ടി കയറി പോട്ടെ. ആ പോലീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പെടും ഞാൻ. എന്തായാലും പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, ആരാ വണ്ടി പൊട്ടിച്ചതിൻ്റെ? എന്തായാലും ഞാൻ പെട്ടെന്ന് പോട്ടെ. ആ വണ്ടീൻ്റെ 2 ഡോറും പോയിക്കണേ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പോകട്ടെ. എന്തായാലും പോലീസിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. പോലീസ് തറങ്ങി. അയ്യോ, ഇവിടെ മുമ്പിൽ ഫുള്ളും പോലീസാണല്ലോ. ഞാൻ ഇപ്പം എങ്ങോട്ട് പോയാൽ രക്ഷപ്പെടുന്നാവോ. എന്തായാലും ഈ വണ്ടിക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് മാത്രമേ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ. എന്തായാലും രോഹിത്തിനെ പെട്ടെന്ന് വിളിച്ചോക്കട്ടെ. രോഹിത്തെ, എടാ ഞാൻ അവിടെ പെട്ടറാ. ഞാൻ എന്താ ചെയ്യാപ്പോൾ? എടാ, നിന്റെ വീടിന്റെ അപ്പുറത്തേക്ക് ഗോഡൌണിൽ അവിടെ വണ്ടി വെച്ചോ. അവിടെ ഇന്റെ ഒരു താറും കൂടി ഉണ്ട്. എടുത്തിട്ട് നീ രക്ഷപ്പെട്ടോ, ആയിരിക്കും നല്ലത്. രോഹിത്ത് അങ്ങനെയാണ് പറഞ്ഞുള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഗോഡൗൺ ഉണ്ട്. അങ്ങോട്ട് പോയിട്ട് അവിടെ എൻ്റെ താറുണ്ടാവും അത്ര. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. ഇതാണ് ആ ഗോഡൗണ്. ഓൻ്റെ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്യണേ ഈ ഗോഡൗണിൽ നിന്നാണ്. ഇവിടെ എത്തി. ഞാൻ ഇവിടെ എന്തായാലും ബാഗ് കൂടെ പാർക്ക് ചെയ്യാം. എന്തായാലും ഇവിടെ ഒറ്റൊരു വണ്ടിയും പോലീസ് വണ്ടീനും ഇങ്ങോട്ട് കയറാൻ പറ്റൂല. കാരണം ഇവിടെ ഫുള്ള് ലോക്ക് പോലെയാണ്. അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വണ്ടി. പറഞ്ഞ് താറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരന്മാരൊന്നും അറിഞ്ഞില്ല ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവുക. എന്തായാലും ഇവിടെ പോലീസുകൾ കുറേ ഉണ്ടല്ലോ. ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോയാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഞാൻ ഇനി പോട്ടെ വേറെ സ്ഥലത്തേക്ക്. പറപ്പിച്ച് വിടാൻ വണ്ടി. ഇനി പോലീസുകാരന്മാർ എൻ്റെ അടുത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട്.